الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. أفمن يخلق كمن لا يخلق أفلا تذكرون وإن تعدوا نعمة الله لا تحصوها إن الله لغفور رحيم والله يعلم ما تسرون وما تعلنون والذين يدعون من دون الله لا يخلقون شيئا وهم يخلقون أموات غير أحياء وما يشعرون أيان يبعثون. സത്യവിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്കെല്ലാം അതിന്റെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ഏത് സമയത്ത് എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 17 മുതൽ 21 വരെയുള്ള 5 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചതുപോലെ ഒന്നാമത്തെ റസൂൽ മുതൽ ആവർത്തിച്ചുള്ള ചോദ്യമാണ് മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. അല്ലാഹു തആലയ്ക്ക് ഒരു ഗൗരവം കൽപ്പിക്കുക എന്നതിന്റെ പോരായ്മയെക്കുറിച്ച് പ്രവാചകന്മാരെല്ലാം സമൂഹത്തെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവന്റെ മഹാത്മ്യത്തെ സൃഷ്ടികൾക്ക് ബോധ്യപ്പെടുത്തുവാനായി വിശുദ്ധ ഖുർആനിൽ ധാരാളം വചനങ്ങൾ അവന്റെ സവിശേഷതകളെ
അവന്റെ സൃഷ്ടി മഹാത്മത്തെ എല്ലാം വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. അത് ധാരാളമായി പറഞ്ഞ അധ്യായമാണ് സൂറത്തുൻ നഹൽ. ആദ്യ വചനം മുതൽ തന്നെ അല്ലാഹു തആല ആരാണ് എന്നും എന്തുകൊണ്ട് അവനെ മാത്രം ആരാധിക്കണമെന്നുമുള്ള വസ്തുതയാണ് അല്ലാഹു തആല അതിൽ ബോധ്യപ്പെടുത്തുന്നത്. ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ് തആല അമ്മാ യുശ്രികൂൻ. മൂന്നാമത്തെ അല്ലാഹു തആല പറഞ്ഞു, അവൻ ആകാശങ്ങളെയും ഭൂമിയെയും ശരിയായ മുറപ്രകാരം സൃഷ്ടിച്ചവനാണ്. തആല അമ്മാ യുശ്രികൂൻ. ആ റബ്ബിൽ ആരെയൊക്കെ പങ്കു ചേർക്കുന്നുവോ അതിൽ നിന്നെല്ലാം അവൻ ഏറെ ഉന്നതനാകുന്നു എന്നാണ്. അവന്റെ സൃഷ്ടിപ്പിലെ ഏറെ അത്ഭുതകരമായ ഒന്നാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ്. അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹ. മനുഷ്യരെയാണോ സൃഷ്ടിക്കാൻ കൂടുതൽ പ്രയാസകരമായത്, അതല്ല ആകാശത്തെയാണോ? ആ ആകാശത്തെ അല്ലാഹു തആല നിർമ്മിച്ചിരിക്കുന്നു. റഫഅ സമകഹ ഫസവാഹ വഅഗ്തശ ലൈലഹ വഅഖദ ളുഹാഹ വൽഅർള ബഅദ ദാലിക ദഹാഹ അഖ്റജ മിൻഹാ മാഅഹ വമർആഹ. ആകാശത്തിന്റെ സൃഷ്ടിപ്പ്, അത് അത്ഭുതങ്ങൾ. ഭൂമിയുടെ സൃഷ്ടിപ്പ്, ആ ഭൂമി ഒരുക്കി വെച്ച സംവിധാനങ്ങൾ, അതെല്ലാമാണ് ഈ ആയത്തിൽ അല്ലാഹു തആല പരാമർശിക്കുന്നത്. 7 ആകാശങ്ങളെ ഒന്നിനുമേലെ ഒന്നായി അടുക്കുകളായി സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് അല്ലാഹു തആല ധാരാളം സ്ഥലത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞത് ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ് എന്നാണ്. ഹക്കായ നിലക്ക് ശരിയായ മുറപ്രകാരം അല്ലാഹു തആല ആകാശങ്ങളെ പടച്ചു, ഭൂമിയെയും സൃഷ്ടിച്ചു. അത് റബ്ബിനെ മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ആ സൃഷ്ടിപ്പ് നടത്തിയവനോട് ഒരു ബഹുമാനവും ആദരവും ഗൗരവം കൽപ്പിക്കുക എന്നതും, ആ സൃഷ്ടിപ്പിൽ പങ്കില്ലാത്തവനെ സൃഷ്ടിച്ചവരോട് പങ്കു ചേർക്കാതിരിക്കുക എന്നതും ന്യായമാണ്. അതുകൊണ്ടാണ് തആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അല്ലാഹു തആല ഉന്നതനാകുന്നത് പ്രത്യേകമായി എടുത്തു പറയുന്നു. വീണ്ടും അല്ലാഹു ഖലഖൽ ഇൻസാന മിൻ നുത്ഫ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. മനുഷ്യൻ അല്ലാഹു തആല ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. എന്നിട്ട് ഇപ്പോൾ അവനതാ പടച്ച റബ്ബിനെതിരെ തർക്കവുമായി വരുന്നുവെന്നാണ് അല്ലാഹു തആല അവിടെ പ്രയോഗിക്കുന്നത്. മനുഷ്യനെ നീചമായ നിന്ദ്യമായ ഒരു തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കുകയും ഒന്നുമല്ലാത്ത മനുഷ്യൻ എല്ലാമായി എന്ന് തോന്നുന്നുണ്ടാവുകയും ചെയ്യുമ്പോൾ അല്ലാഹുവിനെ നിഷേധിക്കുന്ന, അവന്റെ പങ്കുകാരെ ചേർക്കുന്ന, ബഹുദൈവങ്ങളെ സ്ഥാപിക്കുന്ന, അല്ലെങ്കിൽ പടച്ചോൻ ഇല്ല എന്ന് പറയുന്ന മൗഢ്യമായ ധിക്കാരമായ അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുന്നുവെന്ന് അല്ലാഹു തആല സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല കന്നുകാലികളെയും അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു മനുഷ്യന് ഉപയോഗിക്കുവാനായി, യാത്രാ ആവശ്യങ്ങൾക്ക് അവന്റെ വസ്തുക്കളെ കൊണ്ടുപോകുവാനായി തുടങ്ങി വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് അല്ലാഹു തആല ആ കന്നുകാലികളെ ഉപയോഗിക്കുന്നു. കുതിരയും ഒട്ടകവും കഴുതയും അടക്കമുള്ള ജീവികളെല്ലാം എടുത്തു പറഞ്ഞ ശേഷം ലിതർകബൂഹാ വസീന, നിങ്ങൾക്ക് വാഹനമായി ഉപയോഗിക്കുവാനും അലങ്കാരത്തിനുമായി നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ വകമൃഗങ്ങളെയെല്ലാം അല്ലാഹു തആലയാണ് സൃഷ്ടിച്ചത്. വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിവില്ലാത്തതിനെയും അല്ലാഹു തആല ധാരാളമായി സൃഷ്ടിച്ചിട്ടുണ്ട്. ഏതാനും ചില ജീവികളെ, ഏതാനും ചില മൃഗങ്ങളെ മാത്രമാണ് മനുഷ്യൻ പരിചയപ്പെടുകയും ഉപയോഗിക്കുകയുമെല്ലാം ചെയ്യുന്നത്. അതല്ലാത്ത കോടാനുകോടി മൃഗങ്ങൾ ലോകത്തുണ്ട്. നിങ്ങൾക്കറിയാത്തതിനെ അല്ലാഹു തആല സൃഷ്ടിക്കുന്നുവെന്നാണ് ശേഷം അല്ലാഹു പരിചയപ്പെടുത്തിയത്.
അല്ലാഹു തആല വീണ്ടും പറയുന്ന ആകാശലോകത്തിൽ നിന്നവൻ വെള്ളമിറക്കി എന്നാണ്. ഹുവല്ലദീ അൻസല മിനസ് സമാഇ മാഅ ലകും മിൻഹു ശറാബ് വമിൻഹു ശജറുൻ ഫീഹി തുസീമുൻ യുംബിതു ലകും ബിഹി الزرع والزيتون والنخيل والأعناب ومن كل الثمرات إن في ذلك لآية لقوم يتفكرون. ആകാശലോകത്തിൽ നിന്ന് അല്ലാഹു തആല വെള്ളമിറക്കുന്നു. ആ വെള്ളം മുഖേന സസ്യങ്ങളെ, കൃഷികളെ, ചെടികളെ, മരങ്ങളെ എല്ലാം അല്ലാഹു തആല ഉൽപ്പാദിപ്പിക്കുന്നു. അത് മനുഷ്യൻ ഉപജീവനമായി പഴവർഗ്ഗങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്. മാത്രവുമല്ല വസഖലഖകുൽ ലൈല വന്നഹാറ വശംസ വൽഖമർ വന്നുജൂമു മുസഖറാത്തുൻ ബിഅംരിഹി. അല്ലാഹു തആല രാവിലെയും പകലിനെയും അധീനപ്പെടുത്തിയിരിക്കുന്നു, സൂര്യനെയും ചന്ദ്രനെയും അധീനപ്പെടുത്തിയിരിക്കുന്നു. നക്ഷത്രങ്ങളെല്ലാം അല്ലാഹു തആലയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇന്ന ഫീ ദാലിക ലആയാത് ലിഖൗമിൻ യഅഖിലൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക് അതെല്ലാം ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ സമുദ്രം, ആ സമുദ്രത്തിലെ വ്യത്യസ്തങ്ങളായ അത്ഭുതങ്ങൾ, അതിൽ മനുഷ്യർ ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരം ഭക്ഷ്യപദാർത്ഥങ്ങൾ തുടങ്ങി സഞ്ചാരയോഗ്യമാക്കി കപ്പൽ സഞ്ചരിക്കാവുന്ന രൂപത്തിൽ ആ സമുദ്രത്തെ സംവിധാനിച്ചത്, ഭൂമിയിൽ വലിയ വലിയ പർവ്വതങ്ങളെ അല്ലാഹു ഒരുക്കിയത്, ഇങ്ങനെ തുടങ്ങി അവൻ ചെയ്ത ഒരുപാട് സൃഷ്ടിപ്പുകളെ എടുത്തു പറഞ്ഞ ശേഷം അല്ലാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്, അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖു. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖു. സൃഷ്ടിക്കുന്ന ഒരുത്തനും സൃഷ്ടിക്കാത്ത ഒരുത്തനും ഒരുപോലെയാകുമെന്നാണോ? അഫലാ തദക്കറൂൻ. എന്തേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ് ശേഷം റബ്ബിന്റെ ചോദ്യം. ഇതെല്ലാം സൃഷ്ടിക്കുന്ന സൃഷ്ടാവ്, ഈ സൃഷ്ടിപ്പിലൊന്നും പങ്കില്ലാത്ത, ഒരു സൃഷ്ടിപ്പും ചെയ്തിട്ടില്ലാത്ത സൃഷ്ടിയായവൻ, ആ സൃഷ്ടിയും സൃഷ്ടാവും ഒരുപോലെയാവുകയോ? അതൊരിക്കലും ന്യായമല്ല, അതൊരിക്കലും സംഭവ്യമല്ല, അതൊരിക്കലും പറയാവുന്നതല്ല. പക്ഷേ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലാഹുവിന്റെ സൃഷ്ടികളെ റബ്ബിനോട് തുല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ തുല്യപ്പെടുത്തലാണല്ലോ. അറിവിൽ, കഴിവിൽ, ആരാധനകളിൽ, അവന്റെ വിശേഷണങ്ങളിൽ, അവന്റെ നാമങ്ങളിൽ, റബ്ബിന്റെ പ്രവർത്തനങ്ങളിൽ എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളെ തുല്യപ്പെടുത്തുന്ന മനുഷ്യന്മാരാണ് ലോകത്ത് മഹാഭൂരിപക്ഷം ആളുകൾ. മുസ്ലിമീങ്ങളും അല്ലാത്തവരുമൊക്കെ ആ രംഗത്ത് ഒട്ടും പിറകിലല്ല. പടച്ചറബ്ബിനോട് തുല്യപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരെ മാത്രമല്ല, ഇതര ജീവജാലങ്ങളെ, വൃക്ഷങ്ങളെ, സ്ഥലങ്ങളെ, കന്നുകാലികളെ, പുഷ്പങ്ങളെ, കല്ലുകളെ തുടങ്ങി പലതിനെയും ആ റഹ്മാനായ റബ്ബിന് തുല്യന്മാരായി, പങ്കുകാരായി, സമന്മാരായി, ആരാധിക്കപ്പെടുന്നവരായി സ്ഥാപിക്കുകയാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ വിരോധമതാണ്, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. റഹ്മാനായ റബ്ബിന്റെ സൃഷ്ടി മഹത്വത്തെയെല്ലാം അറിയുന്നവരായിരിക്കെ ആ റബ്ബിനെ നിങ്ങൾ തുല്യന്മാരെ ഉണ്ടാക്കാൻ പാടില്ല, ഒരു പങ്കുകാരെ നിങ്ങൾ സ്ഥാപിക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞ മാലക്കും ലാ തർജൂ ലില്ലാഹി വഖാറ, എന്തേ നിങ്ങൾ അല്ലാഹു തആലക്ക് ഒരു ഗൗരവം കാണാത്തത്, ഒരു മഹത്വം കൽപ്പിക്കാത്തത് എന്ന ചോദ്യത്തിന് എന്തുകൊണ്ട് അല്ലാഹു തആലക്ക് മഹത്വം എന്നതിന്റെ ഉത്തരം കൂടിയാണ് ഈ പറയപ്പെട്ട വചനങ്ങളെല്ലാം തന്നെ. റബ്ബിന്റെ ആ ചോദ്യം, അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖു. സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കാത്തവനും ഒരുപോലെയാവുകയോ, അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നവൻ സൃഷ്ടിക്കാത്തവനെ പോലെയാവുകയോ എന്തേ ചിന്തിക്കുന്നില്ല എന്ന ചോദ്യം ഏറെ ശ്രദ്ധേയമാണ്. പല മനുഷ്യരെയും മഹാന്മാർ എന്ന് പറഞ്ഞ് മുദ്രകുത്തി കൊണ്ടുവന്ന് അവരൊക്കെ ലോകത്ത് വന്ന് വിളിച്ചാലും വിളി കേൾക്കുന്നവരാണെന്ന്, അറിയുന്നവരാണെന്ന്, ഉത്തരം ചെയ്യുന്നവരാണെന്ന്, സഹായിക്കുന്നവരാണെന്ന് മാത്രമല്ല ഇന്ന് ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണം വരെ അത്തരത്തിലുള്ള ആളുകൾക്കാണ്. അവരാണ് മുദബ്ബിറുൽ ആലം, ലോകത്തിലെ നിയന്ത്രണം പോലും അത്തരത്തിലുള്ള മനുഷ്യന്മാരാണ് എന്ന് പറയുന്നിടത്തേക്കാണ് മുസ്ലിമീങ്ങൾ പോലും അധപതിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ചോദ്യം പ്രസക്തമാണ്, അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ്. സൃഷ്ടിക്കുന്നവനായ
ഒരുത്തൻ സൃഷ്ടിക്കാത്തവനെ പോലെയാവുകയോ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നത്. ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല 20-ാമത്തെ ആയത്തിൽ പറയുന്നു, വല്ലദീന യദ്ഊന മിൻ ദുനില്ലാഹ് ലാ യഖ്ലുഖൂന ശൈആ വഹും യുഖ്ലഖൂൻ. അല്ലാഹുവിന് പുറമെ ആരോടൊക്കെ അവർ തേടുന്നുവെങ്കിലും ആരോടെല്ലാം പ്രാർത്ഥിക്കുന്നുവെങ്കിലും അവരൊക്കെ തന്നെയും ലാ യഖ്ലുഖൂന ശൈആ, അവരാരും യാതൊന്നിനെയും സൃഷ്ടിക്കുന്നില്ല. വഹും യുഖ്ലഖൂൻ, അവരൊക്കെയും സൃഷ്ടിക്കപ്പെടുന്നവരുമാണ്. പടച്ച റബ്ബിന് പുറമെ ആരോട് തേടിയാലും ശരി, എന്തിനോട് പ്രാർത്ഥിച്ചാലും ശരി, അല്ലാഹയല്ലാത്ത മറ്റാരോട് സഹായം പ്രാർത്ഥിച്ചാലും ആരോട് പ്രാർത്ഥിച്ചാലും അവർക്കെല്ലാമുള്ള പൊതുവായ ഒരു രീതിയല്ല പറഞ്ഞത്, ലാ യഖ്ലുഖൂന ശൈആ, അവരാരും യാതൊന്നും സൃഷ്ടിക്കുന്നില്ല. വഹും യുഖ്ലഖൂൻ, അവരാകട്ടെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എല്ലാം മഖ്ലൂഖാണ്, എല്ലാവരും സൃഷ്ടിയാണ്, സൃഷ്ടിയല്ലാത്ത ആരുമില്ല. പടച്ച റബ്ബ് മാത്രമാണ് സൃഷ്ടാവ്, ബാക്കിയെല്ലാം സൃഷ്ടികളാണ്. അതുകൊണ്ട് ആ സൃഷ്ടികളെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. അവരാരും സൃഷ്ടികർത്താക്കളല്ല, അവരാരും സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അംവാത്തുൻ ഗൈറു അഹ്യാ, അംവാത്തുൻ അവരെല്ലാം മരണപ്പെട്ടവരാണ്, ഗൈറു അഹ്യാഇൻ ജീവനില്ലാത്തവരാണ്, മരിച്ചവരാണ്, ജീവനില്ലാത്തവരാണ്. അംവാത്തുൻ ഗൈറു അഹ്യാ, മരിച്ചവരാണ് എന്ന് പറഞ്ഞാൽ തന്നെ വ്യക്തമാണ് ജീവനില്ല എന്ന്. എന്നാലും അല്ലാഹു തആല ആ പദം കൂടി അധികമായി പറഞ്ഞു, അംവാത്തുൻ മരിച്ചവരാണ്, ഗൈറു അഹ്യാ ജീവനില്ലാത്തവരാണ്. വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, ഇനി എപ്പോഴാണ് അവരൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അവർ അറിയുന്നില്ല. അവരൊക്കെ മരണപ്പെട്ടു, അവരൊക്കെ ഖബറിലായി, അവരൊക്കെ ബർസഖി ലോകത്തായി. ഇനി എപ്പോഴാ ഖിയാമത്ത് ഉണ്ടാവുക, എപ്പോഴാണ് രണ്ടാമത് എണീക്കുക, അതുപോലും അറിയാത്തവരാണ് അവർ. അവരോടാണോ നിങ്ങളുടെ തേട്ടങ്ങൾ? അമ്പിയാക്കളെ വിളിച്ചാലും മഹാന്മാരെ വിളിച്ചാലും അല്ലാത്തവരെ വിളിച്ചാലും അവരോടെല്ലാം പറയാവുന്ന പൊതുവായ വചനമല്ലേ ഇത്? ലാ യഖ്ലുഖൂന ശൈആ വഹും യുഖ്ലഖൂൻ, അവർ സൃഷ്ടിക്കുന്നില്ല, അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ്. മുഹീദ്ദീൻ ശൈഖ് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, റിഫായി ശൈഖ് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, മമ്പുറം തങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, CM മടവൂരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അവർക്കെല്ലാം ഈ ആയത്തിൽ പറഞ്ഞ വിശേഷണങ്ങൾ യോജിക്കുമല്ലോ. അവരാരും സൃഷ്ടിക്കുന്നില്ല, അവരെല്ലാം സൃഷ്ടിക്കപ്പെട്ടവരാണ്. ശരിയല്ലേ? അവര് അംവാത്തുൻ മരണപ്പെട്ടവരാണ്, ഗൈറു അഹ്യാ ജീവനില്ലാത്തവരാണ്. വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, ഇനി എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അവർ അറിയുന്നില്ല. ഇത് ലാത്തക്കും ഉസ്സക്കും മാത്രമല്ലല്ലോ, ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും മാത്രമല്ലല്ലോ, എല്ലാ പ്രവാചകന്മാർക്കും എല്ലാ മനുഷ്യർക്കും എല്ലാ സൃഷ്ടികൾക്കും ഒരുപോലെ പ്രയോഗിക്കാവുന്ന പ്രയോഗമാണ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞത് ഇലാഹുക്കും ഇലാഹും വാഹിദ്. അതുകൊണ്ട് ഇലാഹുക്കും, നിങ്ങളെ ഇലാഹ്, ഇലാഹും വാഹിദ് ഏകനായ ആരാധ്യനാകുന്നു. നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാകുന്നു. ഇങ്ങനെ മരിച്ചുപോയവരെ സൃഷ്ടിപ്പ് നടത്താത്തവര്, ജീവനില്ലാത്തവര്, അവരെയൊന്നുമല്ല ആരാധിക്കേണ്ടത്. നിങ്ങളുടെ ആരാധ്യൻ ഇലാഹും വാഹിദ് ഏകനായ ആരാധ്യനാണ്, ഒറ്റ ഇലാഹാണ് എന്ന് അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവരുടെ സഹോദരങ്ങളെ, രണ്ടു നിലയ്ക്ക്, ഒന്ന് പടച്ച റബ്ബിന്റെ മഹത്വത്തെ നാം അറിഞ്ഞംഗീകരിക്കുക, രണ്ട് ആ റബ്ബിനോട് ഒരു സൃഷ്ടികളെ ഒരിക്കലും തുല്യപ്പെടുത്താതിരിക്കുക, ഒരു വിഷയത്തിലും തുല്യപ്പെടുത്താതിരിക്കുക. അവന്റെ നാമങ്ങളിൽ പോലും യോജിക്കുന്നവരില്ല. സൂറത്ത് മറിയമിൽ അല്ലാഹ് പറഞ്ഞുവല്ലോ, ഹൽ തഅലമു ലഹു സമീയ, പടച്ച റബ്ബിനോട് പേരൊത്തവനെ നിനക്കറിയുമോ എന്നാണ്. പേരിൽ പോലും നിൽക്കുന്ന ആരുമില്ല. പടച്ച റബ്ബിന്റെ നാമങ്ങൾ അല്ലാഹുവിന് മാത്രമേയുള്ളൂ, അവന്റെ വിശേഷണങ്ങൾ അവന് മാത്രമേയുള്ളൂ, അവന്റെ പ്രവർത്തനങ്ങൾ അവന് മാത്രമേയുള്ളൂ, റബ്ബിന്റെ സത്ത അല്ലാഹ്ക്ക് മാത്രമേയുള്ളൂ. അതിനൊന്നും അല്ലാഹുവിന് തുല്യമാകുന്ന ആരും തന്നെ ഇല്ല. അല്ലാഹു കാണും പോലെ കാണുമെന്ന്, അവൻ കേൾക്കും പോലെ കേൾക്കുമെന്ന്, അവൻ അറിയും പോലെ അറിയുമെന്ന്, അവൻ സഹായിക്കും പോലെ സഹായിക്കുമെന്നൊക്കെ പതിനും പതിനെയും കുറിച്ച് പറയുന്നുവെന്നല്ലാതെ അതൊന്നും ന്യായമല്ല, ഒന്നും ഉള്ളതല്ല. അതെല്ലാം കേവലമായ ജൽപ്പനങ്ങൾ മാത്രമാണ്. അവരൊക്കെ ലാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, ഇനി എപ്പോഴാണ് രണ്ടാമത് ജീവിപ്പിക്കപ്പെടുക എന്ന് പോലും അറിയാത്തവരാണ് എന്ന റബ്ബിന്റെ ആ വചനം ഏറെ ശ്രദ്ധേയമാണ്. സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു പ്രയോഗിച്ച പ്രയോഗം മാ യംലികൂന മിൻ ഖിത്മീർ എന്നാണ്. ഒരു കാരക്കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നില്ല എന്നർത്ഥം. ഖിത്മീർ എന്ന് പറഞ്ഞാൽ കാരക്കയുടെ
കുരുവിന് മീതെ കാണുന്ന വെളുത്ത കട്ടിയില്ലാത്ത ചെറിയ ഒരു പാടയുണ്ടല്ലോ, ആ പാടക്കാണ് കിത്മീർ എന്ന് പറയുക. ആ കിത്മീർ പോലും അവർ ഉടമയാക്കുന്നില്ല. ഒരു കാരക്ക കുരുവിന്റെ മീതെയുള്ള പാട പോലും അവരാരും ഉടമയാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരോടൊക്കെ നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങൾ ദുആ അവർ കേൾക്കയില്ല. കേട്ടുവെന്ന് സങ്കല്പിച്ചാൽ പോലും നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുകയുമില്ല. ഇനി അന്തരാളിൽ വരുമ്പോൾ നിങ്ങൾ ഈ ചെയ്ത ശിർക്കിനെ അവർക്ക് നിഷേധിക്കുകയും ചെയ്യും. സൂക്ഷ്മജ്ഞാനിയായ പടച്ച റബ്ബിനെ പോലെ ഈ വിവരങ്ങൾ പറഞ്ഞു തരാൻ മറ്റാരുമില്ല എന്നുകൂടി അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ ഖാഫിലെ 5-6 ആയത്തുകൾ അല്ലാഹു തആല പറഞ്ഞത് അല്ലാഹു അല്ലാത്തവരോട് തേടുന്നവരെക്കാളും വെളിവെച്ച മറ്റാരുമില്ല എന്നാണ്. ഫമൻ അവല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. അന്ത്യനാള് വരെ ഉത്തരം ചെയ്യാത്തവരോട് തേടുന്നവരെക്കാളും വഴിപിഴച്ച മറ്റാരാണുള്ളത്? ഇവിടെ പ്രാർത്ഥനയെക്കുറിച്ച് അവരൊക്കെ അശ്രദ്ധരാണ്, അവർ ശ്രദ്ധിക്കുന്നു പോലുമില്ല. നിങ്ങൾ എത്ര തേടിയാലും ആ തേട്ടം അവരാരും അറിയുന്നില്ല, അവരാരും കേൾക്കുന്നില്ല, അവരാരും ശ്രദ്ധ കൊടുക്കുന്നില്ല. അവർ അശ്രദ്ധരാണ്. മാത്രമല്ല ജനങ്ങളിൽ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ആരോടാണോ തേടിയത് അവർ തേടിയവരുടെ ശത്രുക്കളായി മാറുമെന്നാണ്. ഞങ്ങൾ ഇവരോടാണ് തേടിയതെന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു നോക്കും, പക്ഷേ അവർ ഇവരുടെ ശത്രുക്കളായി മാറും. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങളോട് തേടാൻ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും തേടപ്പെട്ടവർ തേടിയവരുടെ ശത്രുക്കളായി മാറുകയും ചെയ്യും. ഇവർ ചെയ്ത ഇബാദത്തിനെ അവർ നിഷേധിക്കും, അംഗീകരിക്കുകയില്ല എന്ന് സൂറത്തുൽ ഖാഫിലെ 5-6 ആയത്തുകളിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിന്റെ മഹത്വത്തെ നാം അറിഞ്ഞംഗീകരിക്കുക. അവിടെ സൃഷ്ടി വൈഭവം എത്രയാണ്, മനുഷ്യന്റെ ചെറിയ അംശം പോലും കാണാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല. അത്രയും വിശാലമാണ് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ്. ആകാശഭൂമികളും നരക സ്വർഗവും സൂര്യചന്ദ്രന്മാരും മറ്റു നക്ഷത്രങ്ങളും അർശും കുർസിയും അടക്കം എത്രയാണ് റബ്ബിന്റെ സൃഷ്ടിപ്പിന്റെ വിശാലതയുള്ളത്. ആ സൃഷ്ടിപ്പ് മുഴുവനും അതെല്ലാം നിയന്ത്രിക്കുന്നത് ഏതൊരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ ധിക്കാരമാണ്, എത്രമാത്രം വലിയ മൗഢ്യമാണ് എന്ന് നാം തിരിച്ചറിയുക. ആ റബ്ബിന്റെ മഹത്വം മനസ്സിലാക്കി അവനിലേക്ക് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി മടങ്ങാനാണ് നാം തയ്യാറാവേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ നഹ്ലിലെ തന്നെ 27-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പരലോകത്ത് നടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളെ വിവരിക്കുന്നുണ്ട്. അഥവാ അല്ലാഹുവിന് പുറമെ ആരാധ്യന്മാരെ സ്വീകരിച്ച ആളുകൾ ثم يوم القيامة يخزيهم ويقول أين شركائي الذين كنتم تشاقون فيهم. റബ്ബിന്റെ കോടതിയിൽ പരലോകത്ത് ഹാജരാക്കപ്പെടുമ്പോൾ അവരോട് ചോദിക്കുന്ന ചോദ്യമാണ് ഐന ശുറക്കാഇ, എവിടെ എന്റെ പങ്കുകാർ? നിങ്ങളിലെ പറഞ്ഞു റബ്ബിന് പങ്കുകാരുണ്ട് എന്ന്. നിങ്ങളിലെ പറഞ്ഞു അല്ലാഹു കാണും പോലെ കാണുന്നവരുണ്ട്, അല്ലാഹു അറിയും പോലെ അറിയുന്നവരുണ്ട്, വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കുന്നവരുണ്ട്, സഹായിക്കുന്നവരുണ്ട് എന്ന് നിങ്ങളൊക്കെ വാദിച്ചുവല്ലോ. എവിടെയാണ് ആ പങ്കുകാർ എന്ന് ഇവരോട് അല്ലാഹു തആല ചോദിക്കുമെന്നാണ്. അതൊരു പങ്കുകാരെയും കാണിക്കാൻ
കഴിയുകയില്ല. ആ പങ്കുകാര് പോലും ഇവിടെ എതിരാളികളായ ശത്രുക്കളായി മാറുന്നുവെന്നാണല്ലോ നാം മനസ്സിലാക്കിയത്. അവർ ശത്രുക്കളായി മാറുന്നു, ഇവിടെ അംഗീകരിക്കുന്നില്ല. മലക്കുകൾ അല്ലാഹു ചോദിക്കുമെന്നാണ്, നിങ്ങളെയാണോ ഇവർ ആരാധിച്ചത്? മലക്കൾ കൈയൊഴിയും, ഇല്ല റബ്ബേ, ഞങ്ങളാരും അത് അംഗീകരിച്ചിട്ടില്ല. ഈസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്ത് കോടാനുകോടി ക്രിസ്ത്യാനികൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പോലും വാദിക്കുകയും എന്നിട്ട് ആരാധന മുഴുവനും ആ മഹാപ്രവാചകനിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്നു. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു തആല പരിചയപ്പെടുന്നത് കാണാം. ഈസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല നാളെ പരലോകത്ത് വിചാരണ ചെയ്യുന്ന രംഗമുണ്ട് എന്നാണ്. റബ്ബ് ചോദിക്കും, യാ ഈസാ ഇബ്നു മറിയം അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈന മിൻ ദൂനില്ലാഹ്. സൂറത്തുൽ മാഇദയിലെ 116-ാമത്തെ വചനം. ഈസാ നബിയോട് ചോദിക്കുന്നു, അല്ലയോ ഈസാ, നീയാണോ പറഞ്ഞത് എന്നെയും എന്റെ മാതാവിനെയും ആരാധനായി സ്വീകരിക്കണമെന്ന്? ഈസാ അലൈഹിസ്സലാം കൈയൊഴിയുന്നു. അദ്ദേഹം പറയുന്നു, ഇല്ല റബ്ബേ, സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്. എനിക്ക് അവകാശമില്ലാത്തത് ഞാൻ എങ്ങനെയാണ് പറയുക? എനിക്കത് പറയാൻ അവകാശമില്ലല്ലോ എന്ന് പറഞ്ഞ് ഈസാ അലൈഹിസ്സലാം കൈയൊഴിയുമെന്നും ഈസാ നബി പറയുന്ന വാക്ക്, അല്ലാഹുവേ, ഞാൻ പറഞ്ഞത് നിന്നെ ആരാധിക്കണമെന്ന് മാത്രമാണ്. മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി, നീ എന്നോട് എന്താണോ കൽപ്പിച്ചത് അത് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. അനിഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിനെ ആരാധിക്കുവീൻ എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. കുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, അവർക്കിടയിൽ ജീവിച്ച കാലമത്രയും ഞാനതിന് സാക്ഷിയാണ്. ഫലമ്മാ തവഫൈതനീ കുന്ത അൻത റഖീബ്, നീ എന്നെ ഏറ്റെടുത്തതിന് ശേഷം പിന്നെ നീയാണല്ലോ നിരീക്ഷിക്കുന്നവൻ. പിന്നെന്തുണ്ടായി ഞാൻ അറിയില്ല. ആ ഭൂമിയിൽ നിന്ന് ഞാൻ പോന്നതിന് ശേഷം, നീ എന്നെ ഏറ്റെടുത്ത ശേഷം പിന്നെന്താ സംഭവിച്ചത് അത് ഞാൻ അറിയുകയില്ല. നീയാണ് നിരീക്ഷകൻ, ഞാനല്ലല്ലോ. അതുകൊണ്ട് ശിക്ഷിക്കുന്നുവെങ്കിൽ നിന്റെ അടിമകളാണ്, ശിക്ഷിക്കാൻ അവകാശമുണ്ട്. നീ പുറത്തു കൊടുക്കുന്നുവെങ്കിൽ നീ അസീസാണ്, നീ ഹക്കീമാണ് എന്ന് പറഞ്ഞ് ഈസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുമെന്നാണ് അല്ലാഹു തആല സൂറത്തുൽ മാഇദയിൽ പഠിപ്പിക്കുന്നത്. ശിർക്ക് ചെയ്ത് റബ്ബിനെ കോടതിയിൽ വിടുന്ന ആളുകൾക്ക് നരകം വിധിക്കപ്പെടുമ്പോൾ അല്ലാഹു ചോദിക്കുന്ന ചോദ്യം ഖുദ്സിയായ ഹദീസിൽ കാണാം. നബി തങ്ങൾ പറയുന്നു, അല്ലാഹു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ശിർക്ക് ചെയ്ത ആളോട് ചോദിക്കും അല്ലാഹു തആല, ദുനിയാവ് മുഴുവൻ നിന്റേതാണെങ്കിൽ ഇന്ന് അതെല്ലാം നീ പ്രായശ്ചിത്തമായി നൽകിയാൽ ഈ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നീ അത് കൊടുക്കാൻ തയ്യാറാകുമോ എന്നാണ്. ദുനിയാവ് മൊത്തം നിന്റേത്, ഇന്ന് നീ നരകത്തിലേക്ക് പോകുന്നു, ഈ ശിക്ഷയിൽ രക്ഷപ്പെടാൻ ആ ദുനിയാവ് മുഴുവനും നീ കൊടുക്കണം, എന്നാൽ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞാൽ നീ കൊടുക്കാൻ തയ്യാറാകുമോ? അവൻ പറയുന്നത്, ഞാൻ കൊടുക്കാൻ തയ്യാറാണ്, എന്റെതെല്ലാം നൽകാം, ശിക്ഷയിൽ രക്ഷപ്പെട്ടാൽ മതി. അല്ലാഹു തആല പറയും, അതിനേക്കാളൊക്കെ എത്രയോ ചെറിയ കാര്യമല്ലേ ഞാൻ എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ, അല്ലാ തുശ്രിക ബി ശൈഅ, എന്നിൽ പങ്കു ചേർക്കാൻ പാടില്ല എന്നല്ലേ ഞാൻ ദുനിയാവിൽ നിന്നോട് ആവശ്യപ്പെട്ടത്. ഫഅബൈത ഇല്ല ശിർക, നിനക്കാവട്ടെ ശിർക്ക് ചെയ്തേ മതിയാകുമായിരുന്നുവല്ലോ. അതുകൊണ്ട് ഇനി ഇവിടെ പ്രായശ്ചിത്തം സ്വീകരിക്കുന്നില്ല, പകരം രക്ഷപ്പെടാൻ സംവിധാനങ്ങളില്ല, നരകം നീ അനുഭവിച്ചേ പറ്റൂ എന്ന അർത്ഥത്തിൽ അല്ലാഹു തആല പറയും, ഞാൻ നിന്നോട് ആകെ ആവശ്യപ്പെട്ടത് എന്നിൽ പങ്കു ചേർക്കാൻ പാടില്ല എന്നാണ്. നീയാവട്ടെ പങ്കു ചേർത്തേ അടങ്ങുമായിരുന്നുള്ളൂ, പങ്കു ചേർത്തേ നിനക്ക് മതിയാകുമായിരുന്നുള്ളൂ എന്ന് അല്ലാഹു തആല പറയുമെന്നാണ്. മാത്രമല്ല, ചെയ്ത അമലുകൾക്ക് പോലും പ്രതിഫലം കിട്ടാതെ നഷ്ടക്കാരായി മാറേണ്ടി വരും. പരലോകത്ത് മഹ്ശറിൽ പ്രഖ്യാപനമുണ്ടാകും, അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചവർ, അല്ലാഹു അല്ലാത്തവർ കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്തവർ, അവരൊക്കെ ആർക്ക് വേണ്ടിയാണോ ഇബാദത്തുകൾ ചെയ്തത് അവരിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കട്ടെ, പടച്ചറബ്ബിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് വിളംബരമുണ്ടാകുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും. ആരോടാണോ തേടിയത്, ആരോടാണോ പ്രാർത്ഥിച്ചത്,
അവരോട് പ്രതിഫലം തേടിക്കൊള്ളട്ടെ, അവൻ നൽകട്ടെ പ്രതിഫലം എന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അവർ നൽകുകയില്ല എന്ന് തീർച്ചയാണല്ലോ. റബ്ബിന്റെ സ്വർഗം നഷ്ടമായി, നരകം നിർബന്ധമായി, ചെയ്തു പോയ അമലെല്ലാം ബാത്തിലായി നട്ടക്കാനായി മാറേണ്ടി വരും എന്നർത്ഥം. സുമറിലെ 65-ാമത്തെ ആയത്തിൽ കാണാം, ചെയ്തു വെച്ച എല്ലാ അമലും അതോട് ബാത്തിലായി പോകും, ഏറ്റവും നട്ടക്കാനായി മാറും, സ്വർഗം ഹറാമാകും, നരകം നിർബന്ധമാകുമെന്ന് സൂറത്ത് മാഇദയിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഗൗരവമായി നാം അതിനെ കാണുക, റബ്ബിന്റെ മഹത്വത്തെ നാം അറിയുക, അല്ലാഹുവിലേക്ക് അറിഞ്ഞ് മടങ്ങാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു അല്ലാത്തവർ എത്ര വലിയവരാണെങ്കിലും ഒരു വിഷയത്തിൽ പടച്ച റബ്ബിനോട് അവർ തുല്യമാകുന്നില്ല എന്ന് നാം തിരിച്ചറിയുക. അതുകൊണ്ട് എല്ലാ തേട്ടങ്ങളും, എല്ലാ പ്രാർത്ഥനകളും, എല്ലാ ആരാധനകളും പടച്ച റബ്ബിലേക്ക് മാത്രമാക്കുക. അല്ലാഹു അല്ലാത്തവർക്ക് ഒരു തേട്ടവും നമ്മിൽ നിന്നുണ്ടായിക്കൂടാ. ഒരു നേർച്ചയും ഒരു വഴിപാടും സത്യം ചെയ്യലും ഒരു ഇബാദത്തും അല്ലാഹു അല്ലാത്തവരിലേക്ക് സമർപ്പിച്ചുകൂടാ. എല്ലാം നഷ്ടമാകാൻ, സ്വർഗം നഷ്ടമാകാൻ, നരകം നിർബന്ധമാവാൻ, അമലുകൾ മുഴുവൻ ബാത്തിലായി പോകാൻ അത് നിമിത്തമായി മാറുമെന്ന് നാം തിരിച്ചറിയുക. ആ നിലക്ക് തൗഹീദിന്റെ വക്താക്കളായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. റബ്ബനാ ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.